finally here. Everybody in the cinema, watch us. Ooh. 1, 2, here we go. I'm gonna go. I'm gonna go. ഉണർന്നുയർന്നു വന്നുവോ ടം 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 ടടൻ ടാര മരിച്ചു മണ്ണടിഞ്ഞലിഞ്ഞുയർത്തു വന്നു ചിറകില്ലാതുയരത്തിൽ പാരം കനമില്ലാതാടം തുടിതാളം കൊട്ടാം വെളിവെല്ല കളിയെല്ലാം തീരും കളമെല്ലാം മാറും മിഴിനീരും മായും നല്ലോരെല്ലാം പാതാളത്തിൽ സ്വർലോകത്തോ ബോറന്മാർ നല്ലോരല്ല പാതാളത്തിൽ സ്വർലോകത്തോ ബോറന്മാർ ചക്കര വരട്ടി മണ്ണപ്പം ചട്ടിയിൽ പൊരിഞ്ഞെരിഞ്ഞുണർന്നുയർന്നു വന്നുവോ സങ്കൽപ്പം വിഷപ്പാറ്റാൻ മരിച്ചു മണ്ണടിഞ്ഞലിഞ്ഞുയർത്തു വന്നു ചിറകില്ലാതുയരത്തിൽ പാരം കനമില്ലാതാടം തുടിതാളം കൊട്ടാം വെളിവെല്ല കളിയെല്ലാം തീരും കളമെല്ലാം മാറും മിഴിനീരും മായും നല്ലോരല്ല പാതാളത്തിൽ സ്വർലോകത്തോ ബോറന്മാർ നല്ലോരല്ല പാതാളത്തിൽ സ്വർലോകത്തോ ബോറന്മാർ Go with the one. I'm gonna wait till you get back my hand. Come on, let's listen to pick up on. Sugar, sugar, honey, honey, come on. I was like, you made me fall in your love bed, down, down under. Can't you see, girl, I'm so daring. Show you how I'm gonna get this done, 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 done. Kappa, 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 kappa. Oh yeah. Chakka, chakka, chakka. Chakara varati, I'm gonna fly away into the sky. Come on everybody. Yes. Super. Thank you. ഈ രാത്രി വിശന്നിരിക്കുന്ന നേരത്ത് ചക്കയും കപ്പയെന്നൊക്കെ പറഞ്ഞ പ്രേക്ഷകർ നീറ്റ് പോയി വിശന്നിട്ട് കപ്പ പുഴുക്ക് ചക്ക വരട്ടി ഒറ്റ മനുഷ്യൻ പാട്ട് കേട്ട് കാണത്തില്ല, എല്ലാരും അടുക്കളയിലേക്ക്. പക്ഷേ രണ്ടാമത് മൂന്നാമതൊക്കെയാണ് അങ്ങോട്ട് ബോറന്മാരെന്ന് വിളിച്ചത്. ആദ്യത്തെ ബോറന്മാര് വിളി ഇവിടെയായിരുന്നു. ഒരിക്കലും അല്ല, ഞങ്ങളെ പാതാളത്തിൽ നല്ലവരെന്നാ പറഞ്ഞത്. അത് ഞാൻ നോട്ടീസ് ചെയ്തു. നമ്മളൊക്കെ ബോറന്മാര് എന്തായാലും ഇവിടെ ഇനി അവിടെ ഇരുത്തരുത് കേട്ടോ. നിനക്കിനി അവിടെ സീറ്റ് ഇല്ല എന്തായാലും. ഞങ്ങൾ എല്ലാരും അവിടെ, നീ അങ്ങോട്ട് നോക്കി പറ, ഞങ്ങൾ എല്ലാരും പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞത് വോയിസ് ടീമിനെയാ. വേണ്ട, നിന്നെ പോലെ ഒരു ബോറത്തിന് ഞങ്ങൾക്കിനി വേണ്ട. വേണ്ട, നീ ഇവിടെ ഇരിക്കണ്ട.
ഞാനെന്ത് പറയാൻ ഞാനെന്ത് പറയാ, ഞാൻ ഇരിക്കുന്നില്ല. ജീവിതം ചെറുതാണ്. അതെ. ഓക്കെ, കോറസ് പൊളിച്ചു. ഓക്കെ അല്ലേടാ നിങ്ങക്കൊക്കെ? ഓക്കെ, ഷാനിക്ക. അർച്ചന, സർ. അർച്ചന സിനിമയിൽ പാടും. അർച്ചന, താങ്ക് യു സർ. അല്ല ഒരു സംശയമില്ല, അസാധ്യ ടോൺ. ഞാനിത് എങ്ങനെയാണ് അത് മോഡുലേറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര പ്രസൻസ് ആയിരുന്നു കേട്ടോ. ആ ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ഈ സോങ് എന്ന് പറയുന്നത് മൊത്തം ആറ്റിറ്റ്യൂഡാണ്. ഇത് ആ പടത്തിന്റെ ക്ലൈമാക്സിൽ വരുന്ന സോങ് അല്ലേ, പത്മപ്രിയ സോങ് അല്ലേ? അതെ സർ. കാലയ്ക്ക് പാടി, ഒരു രക്ഷയില്ല. താങ്ക് യു സർ. അന്ന് പാടുമ്പോൾ നമ്മൾ പറയും ഷാനിക്ക, എൽദോ നിന്നെ സിനിമയിലെടുത്തു എന്ന്. അത് മിക്കവാറും നടക്കും കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, അത് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. ആ വോയിസിന്റെ ടെക്സ്ചർ, അത് ആ കൊടുക്കുന്ന ഒരു ടെക്സ്ചർ എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. ആറ്റിറ്റ്യൂഡ് സൂപ്പർ. പിന്നെ ഓഫ് കോഴ്സ് ആ മൂവ്മെന്റ്സും കാര്യങ്ങളെല്ലാം ആ സോങ്ങിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതിന്റെ 100% യു ഗിവൺ കേട്ടോ. അതിൽ ഒരു സംശയമില്ല, നല്ല മാർക്കും ഉണ്ടാവും. കോറസ് ആരൊക്കെയായിരുന്നു? കോറസ് സ്വർഗത്തിലെ ബോറന്മാര്. ഗോവിന്ദ് എന്തൊക്കെ ഇംഗ്ലീഷ് ഒക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ. ഗോവിന്ദ് രസമായിരുന്നടാ. എല്ലാവരും നല്ല വൈബായിരുന്നു. എല്ലാവരും നല്ല വൈബായിരുന്നു. മൊത്തത്തിൽ നല്ല വൈബായിരുന്നു. ഒരു നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ആ പുറകിലുള്ള LED വാളും എല്ലാം കൂടി വന്നപ്പോഴേക്കും ഒരു സൂപ്പർ വൈബ്. നല്ല രസമുണ്ടായിരുന്നു അർച്ചന. All the best കേട്ടോ. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പാട്ട് വന്നാൽ ഷാനിക്കയുടെ ഒരു കോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി. അത് ഞാൻ മിക്കവാറും അടുത്തൊരു പടത്തിൽ മിക്കവാറും എല്ലാത്തിനും ഞാൻ പാടിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു കോറസ്. ആണോ? ഇടയിൽ എന്നെ നിർത്താൻ പറ്റുമോ? എല്ലാരും ഉള്ള ഇടയിൽ നിന്നെ നിർത്താനോ? വെറുതെ നിർത്തി മതിയോ? ഞാനും ഇടയിൽ ഇങ്ങനെ മൂളാം. അതോടെ ആ പാട്ട് തീരും. അല്ല, ഷാനിക്കയുടെ അവിടെ അടുത്തെങ്കിലും എടുത്ത് കാണാനെങ്കിലും. ഞാൻ റെക്കോർഡിംഗ് ഞാൻ നിന്നെ വിളിക്കാം. ഒരു കോറസ് സംഭവം ഉണ്ടാവും കേട്ടോ, എല്ലാവർക്കും ഉണ്ടാവും. ഓ സൂപ്പർ. ഓക്കെ അർച്ചന, അത്രേ ഉള്ളൂ. ഓൾ ദി താങ്ക് യു ഷാനിക്ക. ശരത് സർ. അർച്ചനെ സർ. കലക്കിടാ. താങ്ക് യു സർ. ആ പാട്ടിന് എന്താ ഇന്ന് ഇതിന്റെ പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു സർ? ലിറിക്സ് എഴുതിയത് റഫീഖ് അഹമ്മദ് സാറാണ്. നമ്മുടെ അണ്ണാച്ചി. മ്യൂസിക് രാഹുൽ രാജ് സാറാണ്. ഓഹോ, നമ്മുടെ ചക്കര. ഇത് പാടിയിട്ടുള്ളത് രശ്മി സതീഷ് മാം ആണ്. പിന്നെ CJ കുട്ടപ്പൻ സാറും പാടിയിട്ടുണ്ട്. പിന്നെ റാപ്പ് പാടിയിട്ടുള്ളത് ശ്രീചരൺ സർ, പിന്നെ സുനിൽ മത്തായി സർ. അത് നല്ല രസമുള്ള ഒരു ഓളമുള്ള ഒരു പാട്ട്. അത് പ്രത്യേകിച്ച് രാഹുലിന്റെ പാട്ടായതുകൊണ്ട് കുറെ നമുക്ക് ഇഷ്ടം. നന്നായിട്ട് പാടി. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം ഇവിടുന്ന് കയറിപ്പോയ പോക്ക് കണ്ടപ്പോഴാണ് ഞാൻ വരച്ചത് തീർന്നു. ഇതോടെ ഖമാൻ എവരിബഡി പൊളിഞ്ഞു വീഴുന്നത് കാണേണ്ടി വരും ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ചീറ്റിപ്പോയി. എന്റെ ആഗ്രഹം നടന്നില്ല. പക്ഷെ അതിൽ സന്തോഷിക്കുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. കുറെ സന്തോഷം. നല്ല സുഖമായിരുന്നു പാടുന്നത് കേൾക്കാൻ. ഡെഫിനറ്റ് ആയിട്ട് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ട് ഉറപ്പായിട്ടും. ഇനി ആവശ്യമില്ലാത്ത നാണമൊക്കെ എടുത്ത് കളയുക, എടുത്ത് ദൂരെ കള. അത് അത്രേ ഉള്ളൂ. നമ്മൾ കൂളായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പാടാൻ വന്നപ്പോൾ ഇത് നമ്മൾ ചോക്കപ്പാട്ടുകൾ പാടുക, പല റൗണ്ടുകൾ വരെ. അപ്പോൾ അതിനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡല്ലേ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഈ ഒരു പാട്ടിലേക്ക് ഇറങ്ങി അത് പാടിയതുകൊണ്ടുള്ള ഗുണമാണ്. അല്ലാതെ എനിക്കെന്ത് തോന്നുന്നു, ഞാൻ എവിടെയും പോയിട്ട് ഞാൻ കമാൺ എവരിബഡി ഞാൻ പറയാത്തതല്ല. ഒരു സ്റ്റേജിൽ അത്ര സ്ഥലമില്ല, എല്ലാവരും കൂടെ കയറി വന്നാൽ. പക്ഷെ എനിക്ക് കച്ചേരി പോയിട്ട് കമാൺ എവരിബഡി ഒറ്റ മനുഷ്യൻ അവിടെ ഇല്ല. ഞാൻ ഒരു വോയിസ് പ്ലേ ചെയ്ത് തരട്ടെ. സന്തോഷം. ഈ പാട്ട് എപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര ഫണ്ണാണ്. അതുപോലെ തന്നെ ചെയ്ത സമയത്തുള്ള ഫണ്ണൊക്കെ ഓർമ്മ വരും. എന്തായാലും നന്നായി പാടിയിട്ടാണ് കുട്ടി. കറക്റ്റ് ആ ടോൺ പിടിച്ച് പാടി. ഞാൻ ആക്ച്വലി ലൈവ് രശ്മി പാടുന്നാന്ന് വിചാരിച്ചു. ലൈവ് വന്ന് പാടിയതാണോ ഇനി അത് പാട്ടിട്ടിട്ട് ഡാൻസ് വല്ല കോറിയോഗ്രഫി ആണോ എന്ന് വിചാരിച്ചു ആക്ച്വലി. പക്ഷെ ഇപ്പൊ പാടിയതാന്ന് പറഞ്ഞപ്പോ അത്ഭുതം. നന്നായിട്ടുണ്ട്. സൂപ്പർ. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. പിന്നെ ലാസ്റ്റ് അണ്ണന്റെ ചിരി കലക്കി. ഞാൻ ആക്ച്വലി ആ ചിരിയുടെ കാര്യം മറന്നു. പക്ഷെ അണ്ണൻ ചിരിച്ചപ്പോൾ ഓർത്തത് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അണ്ണൻ മാത്രമല്ല, താങ്ക് യു, ഞങ്ങളെല്ലാരും ചിരിച്ച്. അപ്പൊ ഞാൻ രാഹുലിനെ കേൾപ്പിച്ചു. അത് ഒരു കോള് ചെയ്ത് ഫുൾ ടൈം ഇവിടെ വെച്ചിരുന്ന് കേൾപ്പിച്ചു. അപ്പൊ ആ ചെയ്ത ആള് തന്നെ ഇങ്ങനെ നല്ലതാന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നൊന്ന് പറയാനാ. ഇപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഇപ്പൊ ഷാൻ അടുത്തിരിപ്പുണ്ട്. രാഹുലിന്റെ അടുത്ത് ഞാൻ പറയുന്നതായിരിക്കും വിളിക്കാൻ കേട്ടോ. അപ്പൊ എല്ലാ നന്മയും ഉണ്ടാവട്ടെ ചക്കരെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അർച്ചന. രാഹുലിന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒരു വോയിസും കൂടെ അയക്കാൻ പറയാം. ഓക്കെ ചേച്ചി. അർച്ചന കുട്ടി,
അർച്ചന പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ, ഞാൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പൈലറ്റ് ആവണം. ഹിസ്റ്ററിയിൽ കയറണം അല്ലേ? അങ്ങനത്തെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ് അല്ലേ? താങ്ക് യു. സത്യത്തിൽ ഇന്ന് അർച്ചന പെർഫോം ചെയ്തപ്പോ ഞാൻ ഞെട്ടി. കാരണം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോയിസ് ടോൺ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ആ പാട്ടിന് അതിൻ്റെതായ പവർ കൊടുത്ത് പാടി അർച്ചന. താങ്ക് യു. ഫാന്റാസ്റ്റിക്. താങ്ക് യു. ഞാൻ എൻജോയ് ചെയ്തു പെർഫോമൻസ്. അർച്ചനയുടെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഡാൻസ് മൂവ്സും അതിൻ്റെ കൂടെ ആ പാടിയ ആ പാട്ട് അത്ര എന്താണ്, റാപ്പ് വരെ അർച്ചന സൂപ്പറാക്കി. താങ്ക് യു മാം. എനിക്കൊരു സംശയം, ഇത് ഗോവിന്ദന്റെ സെലക്ഷൻ ആണോ? അല്ല, കാരണം അവന് കുറേ ഭാഗം ഉണ്ടായിരുന്നു പാടാൻ. ഗോവിന്ദ സ്ക്രീൻ സ്പേസ് ആഗ്രഹിച്ച് നടക്കുന്ന ഗോവിന്ദൻ മഹാവൃത്തി ആണോ ഗോവിന്ദ? ഞാൻ സെലക്ട് ചെയ്യില്ല, കാരണം റാപ്പ് ഒന്നും പാടിയിട്ടില്ല ഇതുവരെ. അപ്പൊ അതെ, അത് മനസ്സിലായി. അത് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു പഠിക്കില്ലല്ലോ പണി. ഗോവിന്ദ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഗോവിന്ദ് പാടിയതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം ഉണ്ട് അതിന്റെ ഇടയില്. ഒരാള് അർജുൻ എന്തായിരുന്നു പുറപ്പെടുവിക്കൂ ആ ശബ്ദം. അവനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുക. പെട്ടെന്ന് മറ്റേ ഭയങ്കര ചിരിയും ഫസ്റ്റ് ഒരു ചിരി ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തൊണ്ടയിലൊക്കെ കൈ വെച്ചിട്ട് ഇനിയും ചിരിക്കാറുണ്ടല്ലോ, ഇനി എങ്ങനെ കഷ്ടപ്പെട്ടു. നന്നായിരുന്നു. ഇരിക്കുക സൂപ്പറായിരുന്നു. മുണ്ടെടുത്തിട്ട് വന്നിട്ട് ബാറിൽ നിന്ന് പാട്ട്, ഒരു റാപ്പ് സോങ് ഒക്കെ സ്റ്റൈലായി. എന്തായാലും 3 പേരും. മോൻ അശ്വിൻ, യു ഓൾസോ ഫസലായി. നിങ്ങൾ മൊത്തത്തിൽ ഈ ഒരു പെർഫോമൻസ് രണ്ടുപേരും ഗംഭീരാക്കി. അതിൻ്റെ ഇടയിൽ അർച്ചന പാടി, ഗോവിന്ദ് മറ്റേ ഒരു സോളോ ഒരു സാധനം പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അർച്ചനയുടെ ഒരു റാപ്പ്, അതിൻ്റെ അകത്ത് ഐ എം ഗോയിങ് ടു വെയിറ്റ്, അങ്ങനെ ഒരു സംഭവമില്ല. ഐ എം ഗോയിങ് ടു വെയിറ്റ്, ഞാൻ ഗോവിന്ദാന്നാ കേട്ടത്. മൊത്തത്തിൽ ഗോവിന്ദന്റെ ആണോ ഈ സജഷൻ, അതാണ് എനിക്ക് തോന്നിയത്. എന്തായാലും സൂപ്പറായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഐ റിയലി ഫീൽ പ്രൗഡ് ഓഫ് യു. God bless you da. താങ്ക് യു ചേച്ചി. അർച്ചന എന്തൊക്കെയല്ലേ, ഇനി മാർക്ക് വേണോ? വേണം. അല്ല, ഇനി മാർക്ക് ആഗ്രഹിക്കരുത്. കാര്യം ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അയച്ചേക്കുന്നു കമന്റ്സ് ഒക്കെ, കിഡ്ലൻ കമന്റ്സ്. താങ്ക് യു സോ മച്ച് ശരത് സർ. ഒരു അതിനൊട്ടും അവനൊട്ടും സ്നേഹമില്ല. അങ്ങനെയല്ല, എനിക്ക് സത്യം പറഞ്ഞ വേർഡ്സ് കിട്ടുന്നില്ല സർ. ഞാൻ കുറെ സ്വപ്നം കണ്ടതായിരുന്നു ഇതൊക്കെ, പക്ഷെ രാഹുൽ രാജിനെയോ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെയല്ല സർ. രാഹുലിന് ഇഷ്ടാവും. അർച്ചന അതിൻ്റെ ഇടയിൽ ഒരു എക്സ്പ്രഷൻ ഇട്ടിരുന്നല്ലോ, ചക്ക ചക്ക എന്തോ ഒരു സാധനം പറഞ്ഞല്ലോ. പോടാ ചക്ക, കപ്പ കപ്പ, അങ്ങനെ എന്തോ ഒരു സാധനം. പുഴുക്ക് പാടിയതല്ല, അല്ലാണ്ട് ഒരു പാട്ടല്ല, ഒരു എക്സ്പ്രഷൻ മാത്രം, ഒരു സംസാരം പോലെ. ലാസ്റ്റ് മാം അത് നല്ല രസമുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഞാനിതൊരു റാപ്പ് ഒന്നും ജീവിതത്തിൽ ട്രൈ ചെയ്യാം, ഇനി എല്ലാം ട്രൈ ചെയ്യാം. അത് മാത്രം മതി. ഓക്കെ ശരത് സർ. അപ്പം ഞാൻ പ്രത്യേകിച്ച് രാഹുൽ എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരു ചക്കരയാണ്. നമ്മൾ മിക്കവാറും വിളിക്കുകയും അവൻ എന്ത് ചെയ്താലും എനിക്ക് അയച്ചു തരികയും ഞാൻ എന്തെങ്കിലും പഴയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കുറേ സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് രാഹുൽ. അതുകൊണ്ടാണ് ഈ പാട്ടെന്ന് കണ്ടപ്പോഴേ ഞാൻ രാഹുലിനെ വിളിച്ച് ലൈനിൽ വെച്ചത്, കേക്കടേ എന്ന് പറഞ്ഞിട്ട് അത് കേൾപ്പിച്ചത്. അപ്പോൾ രാഹുൽ അതിന് കേട്ടിട്ടൊരു വോയിസ് ക്ലിപ്പ് ഇട്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച് രാഹുൽ. ഐ ലവ് യുടാ ചക്കര. ഇനിയും നല്ല പാട്ടുകൾ ഉണ്ടാക്കുക. കുറേ സന്തോഷം. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ ഞാൻ 9.2 മാർക്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനൊരു 9.4. ചേച്ചി സുന്ദരി, ഇതിലൊരു നല്ല മാർക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായാലും അർച്ചനയുടെ മാർക്സ് ഭാവി ഈ ഗാനക്കുടത്തിലേക്ക്. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 18.6. സൂപ്പർ. ഓക്കേടാ.